കുഞ്ഞാല ഇരിക്കാനൊന്നും നേരമില്ല. ദാ ഇവന്മാരൊന്ന് പൊരിച്ചെടുക്കണം. നാടൻ കൊടി കിട്ടാനില്ലേ? ഇപ്പൊ എവിടുന്ന് കിട്ടിയത്? ആ ഗോവിന്ദന്റെ വീട് വരെ പോയതാ. ചിട്ടിക്കാരൻ ഗോവിന്ദന്റെ. കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. സത്യസന്ധനായിരുന്നു കേട്ടോ ഗോവിന്ദൻ. സത്യത്തിന്റെ കടുപ്പം കൊണ്ടാണല്ലോ മുങ്ങിയത്. എനിക്കറിയാ. ഓൻ ഒരുപാട് ആൾക്ക് പണം കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്. കിട്ടാതെ കൊടുക്കാൻ കഴിയില്ലോ. എത്ര പണം പോയി കിട്ടി? എഞ്ചിനാ താൻ തരാനാ? ഓന്റെ വീട്ടിലിപ്പോ ഭാര്യ ഒരു മൊയന്ത് ചെക്കനുണ്ട്, ഒരനങ്ങാപ്പാറ, പിന്നെ 5-6 കോഴികളും. ദേ അതിന്ന് 2 ഞാനിങ്ങോട്ട് പൊക്കി. അത്രയൊന്നും പാടില്ലേ കുഞ്ഞാല. ഉമ്പായിക്ക് ഒരാൾ പറഞ്ഞോണ്ടാ ഞാൻ ആ വീട്ടുകാരെ വെറുതെ വിടുന്നത്. പണം എത്ര എന്റെ പോയിന്നറിയോ? നേരുള്ളോനാ ഗോവിന്ദൻ. ഓൻ വരും, എല്ലാവരുടെ കടുവം വീട്ടും. വരുന്ന വഴി ഞാനിങ്ങോട്ട് കേറിയെന്നുള്ളൂ. ഞാനിറങ്ങാണ്. നിക്ക് ഞാനതങ്ങോട്ട് മറന്നുപോയി. മോളെ 3 ചായ കൊണ്ടുണ്ടാ? അല്ല, ദീപാത്തിന്റെ കല്യാണക്കാരൊക്കെ എവിടം വരെയായി? ആഴ്ചയിൽ 4-5 ആലോചന വരും, വന്ന മാതിരിയാണ് പോവുകയും ചെയ്യും. ആരെക്കൊണ്ടാ ഇത്ര വലിയ സ്ത്രീധനൊക്കെ താങ്ങാൻ കഴിയാ? കൈവണ്ടി വലിക്കണോമ്പരെ 4-5 ലക്ഷമാണ് ചോദിക്കുന്നത്, ഒരു ഉളുപ്പുമില്ലാണ്ട്. പഴയ കാലൊന്നും അല്ലേ. വിളകൾക്ക് ഓട്ടമുക്കാലിന്റെ വില കൂടിയില്ല. പിന്നെ കുറച്ച് ഭൂമി ഉള്ളത് വിൽക്കാന്ന് വെച്ചാ ആർക്കും വേണ്ട. ചായ എത്തിയല്ലോ. അല്ലോ ബൈക്ക ബീബാത്തുവിന് ഞാനൊരു പുതിയ ആപ്പിള്ള തരട്ടെ. വിറ്റഴിക്കാൻ പാടുപെടുന്ന ആ 2 ഏക്കറിൽ നിന്ന് ഒരു 50 സെന്റ്. ബാക്കി പൊന്നും മുതലൊന്നും വേണ്ട. അല്ല, പിയാപ്പിള എവിടെയാണ്? കല്യാണം ആർഭാടമായിട്ടൊന്നും വേണ്ട. വേണ്ടപ്പെട്ട 10 ആളെ വിളിക്കണം, കാലിനെയും കൂട്ടി നിക്കാഹ് കഴിപ്പിക്കണം, പെണ്ണിനെയും കൊണ്ട് പൊയ്ക്കോളും. അപ്പൊ ചെക്കൻ ആരാന്ന് പറഞ്ഞില്ല. നിങ്ങൾക്കറിയാവുന്ന കക്ഷിയൊക്കെ തന്നെ. ഒന്ന് കെട്ടിയിട്ടുണ്ട്, ഭാര്യ മരിച്ചുപോയി. പ്രായം കുറച്ച് കൂടുതൽ കാണും, പക്ഷേ നല്ല ഇരുമ്പ് പോലത്തെ തടി. എന്താ പറ്റുമോ? അടുത്ത ആഴ്ച കല്യാണം. നല്ല വരുമാന. ഭൂമി വരണ്ടാലും പണം, വെള്ളം കേറിയാലും പണം. കുരുമുളകിന് 1.5 ഉറുപ്പിയായാലും തേങ്ങക്ക് 10 പൈസ ആയാലും മൂപ്പരെ ബാധിക്കൂല. സർക്കാർ ഉദ്യോഗത്തെക്കാൾ സ്ഥിരത ഉള്ള ജോലിയാണ്. എന്താ പറ്റുമോ? എന്താ ഈ പറയണു കുഞ്ഞാല? ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. സമ്മതമല്ലെങ്കിൽ വേണ്ട. ഞാൻ ചോദിച്ചൂല, നിങ്ങൾ കേട്ടൂല. പറഞ്ഞത് നേരെ പോയേ. ഞാൻ ഇറങ്ങിയാണ്. കൊടുക്കുട്ട കോഴിക്കുള കോഴി. അല്ലേ, വൈകിട്ടൊരു 4 മണിയാവുമ്പോ നീ പറമ്പിലേക്ക് വരണം. ഒരു വെട്ടുണ്ടേ. മയ്യത്ത് പ്ലെയിൻ വഴി അയച്ചിരുന്ന വിവരം ഗൾഫാ. നിനക്കെന്തോ ഒരു വല്ലായ്മ? സുഖമില്ലേ? ദേ 4 മണി മറക്കണ്ട. കൊടുക്കുട്ട കോഴിക്കുള കോഴി. നമ്മുടെ കായകൾ ഒരു 100 രൂപ കിട്ടാ. ഗൾഫല്ലേ? നേരണ്ടി നോട്ട് എന്താ പിടിക്ക്. ഗൾഫാണ് പോലും. നക്കി നക്കി നക്കി. ഇങ്ങനെയുണ്ട് ആർത്തിപ്പണ്ടാരം.
നിക്ക് 50 രൂപ വെച്ചോ. ആ പ്രാരാബ്ദമൊക്കെ എനിക്ക് മനസ്സിലാവൂടാ. നടക്ക്. കണ്ട സിനിമാ കോട്ടയിൽ നിന്നും കൊണ്ട് ചെലവാക്കരുത്. നീ ഒന്ന് നിന്നേ. നിനക്കെന്താടാ ഒരു വല്ലായ്മ? ബീബാത്തിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? ഒക്കെ വേണ്ട പോലെ നടക്കും. സമയായിട്ടില്ല. ശരിയാവും. ഞാൻ ശരിയാക്കൂടാ. നടക്ക്. നീ നടക്ക്. നീ അല്ലാണ്ട് പിന്നെ ഞാനാ കൊണ്ട് കൊടുക്ക. ഉപ്പാക്ക് ദേഷ്യം പിടിക്കും. എനിക്ക് മടുത്തുമ്മ. എത്രാമത്തെ തവണ നാടകം? പെൺകുട്ടികളാവുമ്പോ അതൊക്കെ ഉണ്ടാവും. എന്റെ 12ാമത്തെ പെണ്ണ് കാണലിനൊക്കെ ശരിയായത്. ഇട്ടെറിഞ്ഞ് പോവാൻ പറ്റുമോ? ചെല്ലു മോളെ, ചെല്ല്, കൊണ്ടുപോയി കൊടുക്ക്. അതാണ് പറഞ്ഞ യോഗഭാഗ്യം എന്ന്. ഇതൊന്നും നമ്മൾ കണക്കൂട്ടും പോലല്ല. മോളിൽ ഒരുത്തനുണ്ട്, ഓൻ വിചാരിക്കണം. ആ മോള് വന്നല്ലോ. ആ എന്നാ പിന്നെ ചായ കുടിക്കേ. ഇതാ എനിക്ക് ആകപ്പാടൊരു ആന്തരിയായ ഇവൻ. പെൺകുട്ടിയോട് 4, എല്ലാറ്റിനും കെട്ടിച്ചയച്ച് 1000 നേർച്ചപ്പെട്ടിയില് പണിട്ട് കിട്ടിയ ഒരു ആന്തരിയാ റഷീദ്. അതാണ് മായൻകുട്ടിക്ക് ഞാൻ പറഞ്ഞത് യോഗഭാഗ്യം എന്ന്. അതെ, റഷീദിന് മോളേറ്റ് എന്തെങ്കിലും സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. അതിനെന്താ, ആയിക്കോട്ടെ. അങ്ങട്ടില്ല. ഓരോ പരിഷ്കാരങ്ങള്. ഞാൻ കിട്ടിയപ്പോ ഓളെ മുഖം കാണുന്നത് തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാ. പഠിച്ചൊരു കുട്ടീനെ തന്നെ വേണമെന്ന് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. നിനക്കെന്നെ ഇഷ്ടപ്പെട്ടോ? ബീഫാത്തൂന് ഞാനത്ര മെഹർ തരണം. ഇസ്ലാമിൽ അങ്ങനെയാണെങ്കിലും കാര്യത്തോടടുക്കുമ്പോ നേരെ തിരിച്ചല്ലേ? എന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ ഉറപ്പ് വരുന്നു. എനിക്കിഷ്ടായി നിന്നെ. ഇങ്ങനെ മുഖത്ത് നോക്കി വർത്താനം പറയുന്ന പെണ്ണുങ്ങളാ നമുക്ക് വേണ്ടത്. ആദ്യായിട്ടാ ഞാനൊരാളോട് ഇങ്ങനെ തർക്കുത്തരം പറയുന്നത്. മടുപ്പുണ്ടാ? മാപ്പാക്കണം. എന്തിന്? എനിക്കെല്ലാം അറിയാം. ഞാൻ ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടിയാണ്. അവസാനത്തതുമാണ്. ഉപ്പ വേണ്ട, എന്റെ സുജായിത്രൊന്നും എന്നോട് വേണ്ട. 4 പെൺകുട്ടികൾ കാണാമായി കുറയാണ്ട് എണ്ണിക്കൊടുത്താ ഞാൻ കെട്ടിച്ചു വിട്ടത്. എനിക്ക് അതിന്റെ 4 തിരിച്ചു കിട്ടണം. സ്ത്രീധനം വാങ്ങൂല പോലും. നിന്റെ പൂതി നടക്കണമെങ്കിലേ ഞാൻ മയ്യട്ടാവണം. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പെണ്ണിന് തന്നെ വല്ലാണ്ട് ബോധിച്ചിട്ടുണ്ട്. ഓർക്കുമ്പോ സങ്കട. അല്ല, ഒരു ബ്രോക്കർക്ക് അതിനുള്ള അവകാശമില്ലാന്ന് അറിയാം. മുസ്തക്ക് എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം? ചോദിക്കുന്ന സ്ത്രീധനം തരാന്ന് എന്റെ ഉപ്പാനോട് പറയണം. റഷീദ് ഒന്നും അറിയാത്ത മാതിരി സംസാരിച്ചാൽ എങ്ങനെയാ? ആ കുടുംബം പാപ്പറായി കിടക്കാന്നുള്ള അറിയാലോ. എനിക്കെല്ലാം അറിയാം. പക്ഷേ എന്റെ ഉപ്പയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേറെ വഴിയില്ല. അതിന് ഉപ്പാക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ ഉമ്പായിക്കാനോട് ഏൽക്കാൻ പറ. ഞാൻ രഹസ്യമായി സഹായിച്ചോളാം. ജീവിതത്തിൽ ഒരു തവണയെ കണ്ടിട്ടുള്ളൂവെങ്കിലും എനിക്കവളെ മറക്കാനാവുന്നില്ല മുസ്തഫ. സ്നേഹിക്കുന്നവരുടെ വേദന എനിക്കും മനസ്സിലാവും റഷീദ്. അറിയോ, 10 പവന്റെ അഭിപ്രായ വ്യത്യാസത്തിനാ എന്റെ ആമിനെ എനിക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പൊ അവള് കണ്ടോന്റെ കയ്യും പിടിച്ചു നടക്കുന്നത് കാണുമ്പോ എന്റെ കൽപ്പിലൊരു നീറ്റലാ. പോട്ടെ, ഞാൻ പറയാം. എന്നെ കൊണ്ടാവും പോലെ ഞാൻ പറയാം.